ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ സദ്യ ഉണ്ടാക്കിയ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ആദ്യം ചോറ് വെച്ചു, പിന്നെ ബീറ്റ്റൂട്ട് ഉപ്പേരി ഉണ്ടാക്കി. അതിനുശേഷം കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടി കടലയൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നു. കടല കുക്കറിൽ വേവിക്കാൻ വെച്ചു. കുറച്ച് വെള്ളത്തോടു കൂടി തന്നെ വേവിച്ചെടുത്തു. പിന്നെ അതിലേക്ക് വേണ്ടി പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ച് അതിൽ ഉപ്പും കുറച്ച് മുളകും മഞ്ഞളൊക്കെ ഇട്ട് കുക്കറിൽ തന്നെ വേവിച്ചെടുത്തു. പിന്നെ അത് രണ്ടും കൂടെ മിക്സാക്കാൻ വേണ്ടി ആദ്യം പച്ചക്കറി വെന്തത് ഒന്ന് വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട്. കടലയിൽ കുറച്ച് വെള്ളത്തോടെ തന്നെയാണ് വേവിച്ചത്. അങ്ങനെ അത് വറവിട്ടു. പിന്നെ അതിലേക്ക് അരക്കാൻ വേണ്ടി തേങ്ങ വറുത്തെടുക്കുന്നുണ്ട്. കുറച്ച് ഉഴുന്നും ചേർത്തിട്ടുണ്ട് തേങ്ങ വറുക്കുന്നതിൽ. പിന്നെ അത് വറവിടാൻ വേണ്ടി മുളകും കടുകും വറുത്ത് മുളകൊക്കെ ഇട്ട് അത് മിക്സാക്കി നല്ലവണ്ണം ചൂടാക്കിയെടുത്ത് അതിൽ കുറച്ച് വെല്ലവും ചേർത്തിട്ടുണ്ട്. പിന്നെ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി നീളത്തിൽ അരിഞ്ഞിട്ട് വെച്ച പച്ചക്കറികളിൽ മഞ്ഞളും മുളകും വെളിച്ചെണ്ണയും ഉപ്പുമൊക്കെ ചേർത്ത് നല്ലോണം മിക്സാക്കിയെടുത്തു. കാരണം വേറിട്ട് നിൽക്കാൻ വേണ്ടിയാണ് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ച് മിക്സാക്കി എടുക്കുന്നത്. നല്ലോണം മിക്സാക്കിയിട്ട് എല്ലാവിടെയും വെളിച്ചെണ്ണ ഇതിൻ്റെ എണ്ണ എത്തിച്ചേർന്നാൽ മാത്രമേ അങ്ങനെ പാകത്തിന് കിട്ടൂ. പിന്നെ അതിന് വേണ്ട തേങ്ങ ചതച്ചെടുക്കാൻ വേണ്ടി ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ഇട്ട് ചതച്ചെടുത്തു. ശേഷം അത് വേവിച്ചതിലേക്ക് സാധനങ്ങൾ മിക്സാക്കി വറവിട്ടെടുത്തു. ആ തേങ്ങ ചതച്ചതും കൂടെ മിക്സാക്കി അത് നല്ലവണ്ണം ചൂടാക്കിയെടുത്തതിന് ശേഷം പിന്നെ ഓഫ് ചെയ്ത് വെച്ചു. പിന്നെ അടുത്ത സാധനം ഉണ്ടാക്കാൻ ഈ സദ്യക്ക് വേണ്ടി എല്ലാ തരങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും പരമാവധി തിരക്കിനിടയിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി സദ്യ കഴിച്ചതാണ്. അങ്ങനെ സാമ്പാറിനുള്ള ഇതൊക്കെ മുറിച്ചിട്ട് വെച്ചിരുന്നു. അതും വേവിച്ചെടുത്ത് അതിന് വേണ്ടിയ തേങ്ങയൊക്കെ വറുത്തരച്ച് കറി പെട്ടെന്ന് തന്നെ ഫുൾ വീഡിയോ ഒന്നും ഇതിൽ കാണിക്കുന്നില്ല. കാരണം വെച്ചാൽ വീഡിയോ കുറേ ലെങ്തായി പോയല്ലോ. അങ്ങനെ സാമ്പാർ ഉണ്ടാക്കി. പിന്നെ പപ്പടം പൊരിച്ചെടുത്ത്. പപ്പടം പിന്നെ സദ്യയുടെ പ്രധാനമാണല്ലോ. കൂട്ടുകറിയും അവിയലും പപ്പടവും ഒന്നും ഇല്ലാതെ സദ്യ ഇല്ലല്ലോ. പപ്പടം പൊരിച്ചു. അങ്ങനെ വടുക പൊരിച്ചെടുത്തു. പിന്നെ അതിൽ കുറച്ച് എണ്ണയിൽ തന്നെ കുറച്ച് ഉണക്കിയ മുളകെടുത്ത് അതും പൊരിക്കാമെന്ന് കരുതി. ഒരുവിധമൊക്കെ ഉള്ളതൊക്കെ ചേർത്ത് സദ്യ ഉണ്ടാക്കിയതാണ്. കൂടുതലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. സാധാരണ വർഷത്തിൽ ഒരിക്കൽ സദ്യ ഉണ്ടാക്കാറുണ്ട്. ഈ വർഷം പിന്നെ ഈ ആഴ്ചയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ മുളകും പൊരിച്ചെടുത്തതിന് ശേഷം സദ്യക്ക് വേണ്ട പായസം ഉണ്ടാക്കി. അങ്ങനെ പായസം ഉണ്ടാക്കിയെടുത്ത് പിന്നെ നല്ല രീതിയിൽ എല്ലാം വിളമ്പാമെന്ന് കരുതി ഇലയൊക്കെ മുറിച്ചിരുന്നു. അങ്ങനെ എല്ലാ സാധനങ്ങളും ചോറ് മുതൽ ഉണ്ടാക്കിയതൊക്കെ ടേബിളിൽ കൊണ്ടുവച്ചു. ഇലയും വിരിച്ചു. സദ്യ വിളമ്പുന്ന വീഡിയോ കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഓരോന്നായി വിളമ്പി. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. കാരണം വെച്ചാൽ വീട്ടിലുള്ള എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതൊരു സുഖമല്ലേ. മോളുണ്ടായിരുന്നു, വാവയൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും ചുറ്റിലിരുന്ന് സദ്യയൊക്കെ വിളമ്പി. പിന്നെ പായസം ലാസ്റ്റ് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഇല ഇതാ ഫുള്ളായിരിക്കുന്നു. എല്ലാം ഇട്ട് ഉള്ളതൊക്കെ ഇട്ട് ചോറിടുന്നുണ്ട്.
ചോറിട്ടതിന് ശേഷം സാമ്പാറും കൂടെ അതിൻ്റെ മേലെ ഒഴിക്കുന്നു. അതും കഴിഞ്ഞ് പിന്നെ എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ മോൾ ആദ്യം തന്നെ ടേസ്റ്റ് നോക്കുന്നുണ്ട്. ഇതാ ചോറ് കുഴച്ച് നല്ല രസമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. കറികളൊക്കെ നല്ല സൂപ്പറാണെന്ന് പറയുന്നുണ്ട്. വാവക്കൊരു ചെറിയ ഇലക്കഷ്ണത്തിൽ ഇതാ എല്ലാം ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. വാവ ഫസ്റ്റിലാണ് ഞങ്ങളെ കൂടെ സദ്യ കഴിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷത്തെ സദ്യയിൽ പിന്നെ വാവേനെ പ്രസവിച്ച് ചിരി വരെ തുടങ്ങാത്ത സമയത്തായിരുന്നു. അതുകൊണ്ട് ഇതൊരു ഭയങ്കര സന്തോഷമായി. നല്ല ചിരിയാണ്. തൈരൊക്കെ നല്ലോണം വിരൽ കൊണ്ട് ഇതാ നീക്കിയെടുത്തിട്ടാണ് കഴിക്കുന്നത്.